ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യൂ എന്താണെന്ന് പഠിച്ചു അല്ലേ? ക്യൂ എന്താണെന്നും ക്യൂവിൻ്റെ ഓപ്പറേഷൻസൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സർക്കുലർ ക്യൂ, അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ എന്താണ് സർക്കുലർ ക്യൂ എന്ന് നോക്കാം. ഇവിടെ സർക്കുലർ ക്യൂവിൻ്റെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ച ക്യൂവിൻ്റെ ഫിഗറും തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച ക്യൂ എങ്ങനെയായിരുന്നു? ഒരു ക്യൂ ഉണ്ടാവും, അതിനൊരു സൈസ് ലിമിറ്റ് ഉണ്ടാവും, അവിടെ നമ്മൾ ഫ്രണ്ടും റിയറൊക്കെ ഉണ്ടാവും, എലമെൻറ്റ്സ് ഉണ്ടാവും. പുതിയ ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ റിയർ ഇൻക്രിമെൻ്റ് ആവും, ഫ്രണ്ടിൽ നിന്ന് എലമെൻറ്റ്സ് ഡിലീറ്റ് ആകുമ്പോൾ ഫ്രണ്ടും ഇൻക്രിമെൻ്റ് ആവും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ലീനിയർ ക്യൂ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച ക്യൂ എന്ന് പറയുന്നത് ഒരു റോ പോലെയാണ്, ഒരു ലൈൻ പോലെയുള്ളൊരു ക്യൂ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അതിനൊരു സ്റ്റാർട്ട് പോയിൻറ്റും ഉണ്ട്, ഒരു എൻഡ് പോയിൻറ്റും ഉണ്ട് അല്ലേ? ഫ്രണ്ട് പൊസിഷനും ഉണ്ട്, ഒരു എൻഡ് പൊസിഷനും ഉണ്ട്. അത് നമുക്കറിയാം. ഈ രണ്ട് എൻഡ് പോയിൻറ്റുകളും, ഈ 0 എന്ന് പറയുന്ന ഭാഗവും 9 എന്ന് പറയുന്ന ഭാഗവും ഒരിക്കലും കൂട്ടിമുട്ടണമൊന്നുമില്ല. അതാണ് റോ അല്ലെങ്കിൽ ഒരു ലൈനായിട്ട് അത് നിൽക്കുന്നത്. ഇനി ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ലീനിയർ ക്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ തന്നിട്ടുള്ള ഫിഗർ 3.11. 3.11 3 എലമെൻറ്റ്സ് ഉണ്ട് നമ്മളുടെ ഈ ക്യൂവിൽ. 87, 42, 68. അത് 6th പൊസിഷനിലും 7th പൊസിഷനിലും 8th പൊസിഷനിലും ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള ഈ ഒരു ക്യൂവിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് 6ഉം റിയർ എന്ന് പറയുന്നത് 8ഉം ആണ് അല്ലേ? ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു എലമെൻസിനെ, ഈ ക്യൂവിലുള്ള എലമെൻസിനെ ഡിലീറ്റ് ചെയ്യാൻ പോവുകയെന്ന് വിചാരിക്കുക. എവിടെ നിന്നിട്ടായിരിക്കും ഡിലീറ്റ് ചെയ്യുക? ഫ്രണ്ടിൽ നിന്നായിരിക്കും ഡിലീറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ എവിടെയാണ് നിൽക്കണേ? 6th പൊസിഷനിലാണ് നിൽക്കണേ. അതായത് 87 ആണ് ഡിലീറ്റ് ചെയ്യുക ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ 87 ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് എങ്ങോട്ട് മാറും? ഫ്രണ്ട് 7ലേക്ക് മാറും. എന്നിട്ട് 7ൽ ഞാൻ നിന്നിട്ട് 42നെ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ 42ഉം ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഫ്രണ്ട് എന്താവും? 8ലേക്ക് മാറും, 8 പൊസിഷനിലേക്ക് മാറും. എന്നിട്ട് ഞാൻ 64നെയും ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണ് അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഡിലീറ്റ് ആയിപ്പോവും. ഇനി ഞാൻ ഇൻസേർഷൻ്റെ കേസ് പറയുകയാണ്. ഈ ഒരു ക്യൂവിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്, 87, 42, 68. 6th, 7th, 8th പൊസിഷനിലായിട്ട് ഇവർ 3 പേരുണ്ട്. ഞാനിതിലേക്ക് പുതിയൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 10 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടേക്കാവും ആഡ് ചെയ്യുക? റിയറിൻ്റെ ഭാഗത്തേക്കാണ് ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ റിയർ എന്താവും? റിയർ 9 ആക്കി വയ്ക്കും. ഞാൻ എന്നിട്ട് പുതിയ എലമെൻറ്റിനെ ആഡ് ആക്കും അല്ലേ? എന്നിട്ട് ഞാൻ വീണ്ടും ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഫുള്ള് 9th പൊസിഷനിൽ ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. കാരണം എന്താ? ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരും. കാരണം ഒരു ക്യൂ ലാസ്റ്റ് പൊസിഷൻ വരെ, അതായത് അതിൻ്റെ ലിമിറ്റ് വരെ നമ്മളൊരു എലമെൻറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ആഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ വരുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ 9th പൊസിഷനിൽ ഞാനൊരു എലമെൻറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്നൊരു മെസ്സേജ് നമുക്ക് വരും. പക്ഷേ ഇത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ ഇങ്ങനൊരു സിറ്റുവേഷൻ? കാരണം എന്താ? ഈ ക്യൂ ഒരിക്കലും ഫുൾ അല്ല അല്ലേ? ഇതിൻ്റെ 0, 1, 2, 3, 4, 5 എന്ന് പറയുന്ന പൊസിഷൻസൊക്കെ എന്താ? എംപ്റ്റി ആണ്, അവിടെ എലമെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ 9th പൊസിഷനിൽ ഒരു എലമെൻറ്റിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു എലമെൻറ്റിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ക്യൂവിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഒരു പോരായ്മ എന്ന് പറയുന്നത്. ക്യൂവിൽ എത്ര സ്ഥലം ഉണ്ടെങ്കിലും ലാസ്റ്റ് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മെമ്മറി അവിടെ ശരിക്കും അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ പറയുന്നുണ്ട്, ഇഫ് വി ട്രൈ ആൻ ഇൻസേർഷൻ ഓപ്പറേഷൻ ഇൻ ദിസ് ക്യൂ, അതായത് ഫിഗർ 3.1, there will be overflow situation. And this limitation of linear queue can be overcome by circular queue. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, the elements are arranged in a row or queue. അതായത് ലീനിയർ ക്യൂവിൽ എലമെൻസിനെ റോ ആയിട്ട് അല്ലെങ്കിൽ ലൈനായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. The two ends of such queues never meet at any point. ലീനിയർ ഒരു ക്യൂവിൽ 2 എൻഡ് പോയിൻറ്റുകൾ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല.
ദർ ഈസ് എ ഡ്രോബാക്ക് ഇൻ ലീനിയർ ക്യൂ. നമ്മുടെ ലീനിയർ ക്യൂവിന് ഒരു പോരായ്മയുണ്ട്. ആ പോരായ്മയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇത്രയും, അതായത് 0 മുതൽ 5th പൊസിഷൻ വരെ വേക്കൻ്റായിട്ട് സ്ഥലം കിടന്നാലും നമുക്കെന്താ, പുതിയൊരു എലമെൻറ്റിന് നമുക്ക് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനാണ് നമുക്ക് സർക്കുലർ ക്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്. സർക്കുലർ ക്യൂവിൻ്റെ നോക്കിയാൽ ഇവിടെ ഫിഗർ 3.12 സർക്കുലർ ക്യൂ തന്നിട്ടുണ്ട്. ഒന്നുമില്ല, ഈ ഒരു ലീനിയർ ക്യൂവിനെ നമ്മൾ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചൊരു സർക്കുലറായിട്ട് നടത്തും, ആ ഒരു ഷേപ്പിൽ നടത്തും. ഇവിടെ കണ്ട പൊസിഷൻസ് നോക്കിയാൽ 0, 1, 2, 3, 4, 5, 6, 7 എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സർക്കുലർ ക്യൂവിൽ ഇപ്പോൾ ഫ്രണ്ട് നിൽക്കുന്നത് 0-ലും റിയർ നിൽക്കുന്നത് 5th പൊസിഷനിലുമാണ്. ഞാനിവിടെ അടുത്തത് ഞാൻ എവിടെ ഇൻസേർട്ട് ചെയ്യും? 6th പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യും. പിന്നെ എന്താ, 7th പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെയാണ് പോവുക അല്ലേ. ഇനി ഫിഗർ 3.13 നോക്കുക. 3.13ൽ ഫ്രണ്ട് നിൽക്കുന്നത് 2-ലും റിയർ നിൽക്കുന്നത് 5-ലുമാണ്. ഇനി എനിക്ക് പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിയർ 6 ആക്കി മാറ്റും. എന്നിട്ട് അവിടെ പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ റിയർ 7 ആക്കും, പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് എലമെൻറ്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? റിയർ 6ലേക്ക് മാറ്റിയിട്ട് നമ്മളവിടെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് 7th പൊസിഷനിലേക്ക് ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയർ 7th വെച്ചിട്ട് 7th പൊസിഷനിലേക്കൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യും. ഇനിയും നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ റിയർ അങ്ങോട്ട് മാറും, റിയർ 0ലേക്ക് വന്ന് നിൽക്കും. എന്നിട്ട് നമുക്കവിടെ ഇൻസേർട്ട് ചെയ്യാം പുതിയ എലമെൻറ്റിന്. പിന്നെ അത് വീണ്ടും 1ലേക്ക് മാറും. അങ്ങനെ പോവും. തൊട്ടടുത്തടുത്ത് എന്തോരം നിൽക്കുന്നുണ്ടോ അങ്ങനെ റിയർ മാറി നമുക്ക് ഇഷ്ടമുള്ളത്രയും എലമെൻറ്റ്സിനെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. അതാണ് സർക്കുലർ ക്യൂവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നമുക്ക് അപ്പോൾ മെമ്മറി വേസ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറയുന്നത് ഇൻസേർഷൻ ഓപ്പറേഷൻ നമുക്ക് ലിമിറ്റ് കഴിഞ്ഞാലും പിന്നെയും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് സർക്കുലർ ക്യൂവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സർക്കുലർ ക്യൂവിൽ പറയാനുള്ളൂ. നെക്സ്റ്റ് ഡാറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പം നമ്മൾ സ്റ്റാക്ക് പഠിച്ചു, ക്യൂ പഠിച്ചു. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. എലമെൻറ്റ്സ് ആഡ് ചെയ്യാനും ഡൈനാമിക്കലി ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് സാധ്യമാണ്. അതുകൊണ്ടാണ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് ലിങ്ക്ഡ് ലിസ്റ്റിൽ പറയാം. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട് എങ്ങനെയാണൊരു ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ രൂപത്തിലായിരിക്കും. അതായത് ലിങ്ക്ഡ് ലിസ്റ്റിൽ നോഡുകളായിട്ടായിരിക്കും എലമെൻറ്റ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഐറ്റംസ് ഉണ്ടാവുക. നോഡുകളാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുക. ആ ഒരു നോഡിൽ ഒരു ഡാറ്റയും ഒരു ലിങ്കുമാണ് ഉണ്ടാവുക. ലിങ്ക്ഡ് ലിസ്റ്റ് എന്താ? എ ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് എ കളക്ഷൻ ഓഫ് നോഡ്സ് ആൻഡ് ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് എ ഡാറ്റ ആൻഡ് എ ലിങ്ക്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് ഈ പിക്ചർ വൈസ് നോക്കാം. ഇങ്ങനെയായിരിക്കും ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ടാവുക. ആ ലിങ്ക്ഡ് ലിസ്റ്റിൽ എലമെൻറ്റ്സ് ആയിട്ട് നോഡുകളാണ് അല്ലേ, കുറേ നോഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ നോഡുകളിലും ഒരു ഡാറ്റയും ഒരു ലിങ്കും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ നോഡ്, എന്താണ് നോഡിനുള്ളിലെ ഡാറ്റ അല്ലെങ്കിൽ ലിങ്ക് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൽ കുറേ നോഡുകൾ ഉണ്ടാവും. ആ ഓരോ നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കണ്ടേ? ഈ പിക്ചറിൽ കാണുന്ന പോലെ എല്ലാവരും ഇങ്ങനെ കണക്റ്റ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ നോഡുകളും തമ്മിലൊരു കണക്ഷൻ അവിടെ ഉണ്ടാക്കണം അല്ലേ, എന്നാലാണ് അവരെല്ലാവരും കണക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നോഡുകളിലെല്ലാം ഓരോ ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഡാറ്റകളുണ്ട്. അപ്പോൾ ഈ പിക്ചറിലെ നോഡ് 1 നോക്കുക. നോഡ് 1ലെ 25-ന് അല്ലെങ്കിൽ ആ 25-ൻ്റെ ആ ഒരു അഡ്രസ്സ് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്ററിൽ എടുത്തു വയ്ക്കും. എന്താ പറഞ്ഞേ? നോഡ് 1ൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്ററിൽ എടുത്തു വയ്ക്കും. അപ്പോൾ സ്റ്റാർട്ട് എങ്ങോട്ടായിരിക്കും പോയിൻ്റ് ചെയ്യുക? നോഡ് 1ലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുക.
ഇനി നോഡ് 1 25ഉം ഒരു ലിങ്കും ഉണ്ട്. 25 അതാണ് ഡാറ്റ എന്ന് പറയുന്ന ഒരു പാർട്ടും ഒരു ലിങ്ക് പാർട്ടും ഉണ്ട്. ഈ ഡാറ്റ എന്ന് പറയുന്ന പാർട്ടിലാണ് വാല്യൂസ് ഉണ്ടായിരിക്കുക. അതായത് 25 ഇപ്പോൾ ഇരിക്കുന്നത് അത് ഡാറ്റ എന്ന് പറയുന്ന പാർട്ടിലാണ്. ഇനി ലിങ്ക് എന്ന് പറയുന്ന ഭാഗത്ത് എന്താ ഉണ്ടാവുക? നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നോഡ് 1 25 ഉണ്ട്, നോഡ് 2ൻ്റെ അഡ്രസ്സും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോഡ് 1 ആരുമായിട്ട് കണക്റ്റായി? നോഡ് 2 ആയിട്ട് കണക്റ്റായി. അപ്പോൾ ഇങ്ങനെയായിരിക്കും എല്ലാ നോഡുകളും തമ്മിലുള്ള കണക്ഷൻ പോവുക. ഇനി നോഡ് 2 നോക്കുക. നോഡ് 2 34 എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റയുണ്ട്. ഇനി അതിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താ ഉള്ളത്? നോഡ് 3യുടെ അഡ്രസ്സായിരിക്കും. അപ്പോൾ നോഡ് 2 നോഡ് 3 ആയിട്ട് കണക്റ്റായി. ഇങ്ങനെ നമുക്ക് ഏതൊക്കെ നോഡുകൾ കൊണ്ടുവരണോ ആ നോഡുകളുടെയൊക്കെ അഡ്രസ്സിനെ എന്തിൽ സ്റ്റോർ ചെയ്താൽ മതി? അതിന് തൊട്ട് മുന്നിലുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്താൽ മതി. ആ ലിങ്ക് എന്ന് പറയുന്നത് അഡ്രസ്സാണ്. നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് ഈ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളൊരു നോഡിനെ അല്ലെങ്കിൽ നോഡുകളെ ഒരു ലിങ്ക് ലിസ്റ്റിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്. ഈച്ച് നോഡ് കണ്ടെയ്ൻസ് ഡാറ്റ ആൻഡ് ലിങ്ക്. ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലിങ്ക് എന്ന് പറയുന്നത് ഒരു ഡാറ്റ അഡ്രസ്സ് ആയിരിക്കും. അത് നെക്സ്റ്റ് നോഡിൻ്റെ ഡാറ്റ അഡ്രസ്സ് ആയിരിക്കും എന്ന് മാത്രം. ഇനി നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നോഡ് നോക്കാം. ഇവിടെ ഒരു പോയിൻ്റർ രൂപത്തിൽ എങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെമ്മറി സ്പേസൊക്കെ അപ്പം തന്നെ എന്താവുന്നുണ്ട്? അലോക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാമല്ലോ. ഇനി ഇവിടെ ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഭാഗം തന്നിട്ടുണ്ട്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലിങ്കഡ് ലിസ്റ്റിനെ തന്നെയാണ് നമ്മളങ്ങനെ പറയണത്. അതായത് ഒരു സ്ട്രക്ചറിലുള്ള എലമെൻറ്റ് അതേ സ്ട്രക്ചറിലേക്ക് തന്നെ പോയിൻ്റ് അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിലെ എലമെൻറ്റ്സിലേക്ക് തന്നെ പോയിൻ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലാണ് അതിനെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോഡുകൾ തന്നെയാണ് ഇവിടുത്തെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. സ്ട്രക്ചർ നോഡ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇൻ്റെ ഡാറ്റയും നോഡിൻ്റെ പോയിൻ്ററായിട്ടുള്ളൊരു ലിങ്കിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പോയിൻ്ററായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട് നോഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിൻ്റെ പേരാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഫിഗർ 3.15 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ രൂപത്തിലായിരിക്കും. ഇങ്ങനെയായിരിക്കും ഒരു ഇംപ്ലിമെൻറ്റേഷൻ, ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ആദ്യത്തെ നോഡ് എന്ന് പറയുന്നത് സോനു എന്ന് പറയുന്ന ഒരു നോഡാണ്. അതിൻ്റെ അഡ്രസ്സാണ് 1000. ആ 1000 നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ സ്റ്റാർട്ട് എങ്ങോട്ട് പോയിൻ്റ് ചെയ്യും? സോനു എന്ന് പറയുന്ന നോഡിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുക. ഇനി സോനു കഴിഞ്ഞിട്ട് ആ നോഡിൽ ലിങ്ക് പാർട്ടിൽ എന്താ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്, അതായത് 1200. അപ്പോൾ അത് നിവേദിനെ പോയിൻ്റ് ചെയ്യും. ഇനി നിവേദ് എന്ന് പറയുന്ന ആ ഒരു നോഡിൽ എന്താ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? സ്നേഹയുടെ അഡ്രസ്സ്. അങ്ങനെ ഓരോ നോഡുകളും കണക്റ്റായി പോകും. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഓപ്പറേഷൻസ് ആണ്. ലിങ്ക് ലിസ്റ്റിലുള്ള ഓപ്പറേഷൻ. അതിലെന്താ ഫസ്റ്റത്തെ നമുക്ക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റ്. എങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിലെന്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും അതിൽ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്റ്റാർട്ടിൻ്റെ പ്രത്യേകത എന്താ? അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ലിങ്കഡ് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു സ്റ്റാർട്ടിലുള്ള വാല്യൂ എന്തിനായിരിക്കും പോയിൻ്റ് ചെയ്യുക? ഫസ്റ്റ് നോഡിനായിരിക്കും പോയിൻ്റ് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂലി ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വേണ്ടത്? ഇവിടെ ഫിഗർ താഴെ തന്നിട്ടുള്ള ഫിഗർ നോക്കുക. ഇവിടെ സ്റ്റാർട്ട് നള്ളാണ്, കാരണം സ്റ്റാർട്ടിൽ ഒരു വാല്യൂ ഇല്ല. ഫസ്റ്റ് നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ 25 എന്ന് പറയുന്ന ഡാറ്റനെ സ്റ്റോർ ചെയ്തു. ആ നോഡിൻ്റെ അഡ്രസ്സ് 2000 ആണ്. ആ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ഒന്നുമില്ല, നള്ളാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 25 എന്ന് പറയുന്ന ഈ നോഡ് ഫസ്റ്റ് നോഡായിട്ട് ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക?
ഈ 2000 എവിടെ സ്റ്റോർ ചെയ്താൽ മതി? സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ 25 എന്ന് പറയുന്ന ആ ഒരു നോഡ് ഫസ്റ്റ് നോഡായിട്ട് മാറും. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട് സ്റ്റാർട്ടിൽ 2000 ഉണ്ട്. ആ 2000 25 എന്ന് പറയുന്ന ഒരു നോഡിനെ പോയിൻ്റ് ചെയ്യുന്നു. 25ൻ്റെ അപ്പുറത്ത് ലിങ്ക് പാർട്ടിൽ നൾ വാല്യൂ ആണ്, അവിടെ ഒന്നുമില്ല. ഇനി വേറൊരു നോഡിനെ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? പുതിയൊരു നോഡ് 34 എന്ന് പറഞ്ഞിട്ടൊരു നോഡ്, അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 2300 ആ 2300 എവിടെ സ്റ്റോർ ചെയ്താൽ മതി? 25ൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ അത് സെക്കൻഡ് നോഡായിട്ട് 34ൽ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ പോയിൻ്റ് ചെയ്യുകയും ചെയ്യും. ഇനി 34 എന്ന് പറയുന്ന നോഡ് അവിടെ ക്രിയേറ്റഡ് ആയി അല്ലേ? ഇനി അതിൻ്റെ ലിങ്ക് പാർട്ടിൽ നൾ വാല്യൂ ആണ്. അടുത്തൊരു ഒരു നെക്സ്റ്റ് നോഡിനെ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നോഡ് ക്രിയേറ്റ് ചെയ്യുക. 17 ആണ് അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ. ആ ഒരു നോഡിൻ്റെ അഡ്രസ്സ് 3000 ആണ്. അതിൻ്റെ ലിങ്ക് പാർട്ടിൽ നൾ വാല്യൂ ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 3000നെ 34ൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ അതെന്ത് ചെയ്യും? അടുത്ത നോഡ് അവിടെ ക്രിയേറ്റഡ് ആക്കി അതിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ താഴെ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അഡ്രസ്സ് എടുക്കുക. നെക്സ്റ്റ് ഒരു ഡാറ്റേനെയും ഒരു നള്ളിനെയും ആ നോഡിലേക്ക് സ്റ്റോർ ചെയ്യുക. പിന്നെ ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ സ്റ്റാർട്ട്. അതൊരു ഫസ്റ്റ് നോഡാണ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് നോഡായിട്ടാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സിനെ സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്ററിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇനി സ്റ്റെപ്പ് 4 എന്താ പറയുന്നത്? ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദി പ്രീവിയസ് നോഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡ് ഒരു ഫസ്റ്റ് നോഡല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സിനെ പ്രീവിയസ് തൊട്ട് മുന്നുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ അഡ്രസ് പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 1 to 4 as long as the user wants. അതായത് ഈ ഒരു പ്രോസസ്സ് നമുക്ക് എത്രത്തോളം നോഡുകളുടെ ലിങ്ക് ലിസ്റ്റിൽ ആവശ്യമുണ്ടോ അത്രത്തോളം വരെ 1 to 4 സ്റ്റെപ്സ് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലൊരു ഡാറ്റയും അതിൻ്റെ അഡ്രസ്സും എന്താണെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യുന്നു. അതൊരു ഫസ്റ്റ് നോഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സിനെ സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നു. അതൊരു ഫസ്റ്റ് നോഡല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള നോഡ് എന്താണോ അതിൻ്റെ അഡ്രസ് പാർട്ടിൽ ഇതിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അതാണ് സ്റ്റെപ്സ്.